മറ്റു വാർത്തകളിലേക്കാണ്. ബീഹാറിലെ അശോക് ധാം ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു. ക്ഷേത്ര വഴിയിൽ വൈദ്യുതി ലൈൻ പൊട്ടിവീണെന്ന അഭ്യൂഹത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറിയോടിയതാണ് ദുരന്തത്തിന് കാരണമായത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. റഷീദ് ബിൻ മുഹമ്മദ് ഉണ്ട്. റഷീദ്, എന്തൊക്കെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നു? ജിൽസി, ഇന്ന് രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത്. ബീഹാറിലെ ലഖിസരായിയിൽ അശോക് ധാം ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ക്ഷേത്രത്തിലേക്ക് നിരവധി ആളുകൾ ഈ സാവാൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ച ദർശനത്തിനായിട്ട് എത്തിയവരായിരുന്നു. ഇതിനിടയിലാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ വൈദ്യുതി പോസ്റ്റ് വീണ് ഷോക്കേറ്റു എന്നുള്ളൊരു അഭ്യൂഹം പരക്കുകയും പിന്നീട് അത് വലിയ ദുരന്തമായിട്ട് മാറുകയും ചെയ്തിട്ടുള്ളത്. ഈ അഭ്യൂഹം പരന്നതോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ കൂട്ടത്തോടെ ചിതറി ഓടുകയായിരുന്നു. ഇതിനിടയിലാണ് തിക്കും തിരക്കിലും പെട്ട് 7 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതേസമയം വലിയ തോതിൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. നിരവധി ആളുകളെ ഇതിനോടകം തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ബീഹാർ പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ എല്ലാ ഈ ഒരു സാവൻ മാസത്തിലെ 3-ാം തിങ്കളാഴ്ചയിലും വലിയ തോതിലുള്ള ചടങ്ങുകളും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഒക്കെ തന്നെയും ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നായിട്ട് ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഈ അഭ്യൂഹം എങ്ങനെ പരന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയുമില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ വലിയ തോതിൽ പരിഭ്രാന്തരാവുകയും പിന്നീട് ചിതറി ഓടുകയുമായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ 7 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചില ആളുകളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതേസമയം രാവിലെ ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു. ആംബുലൻസുകളടക്കം ലഭ്യമാക്കുന്നതിന് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഭക്തർ ഇപ്പോൾ ചില ആരോപണങ്ങളായിട്ട് മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക സംഘം ഈ മേഖലയിൽ എത്തിക്കൊണ്ട് അന്വേഷണം അടക്കം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇലക്ട്രിക് പോസ്റ്റ് വീണു എന്നതിൽ ഒരു സത്യസന്ധത ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അതേസമയം എങ്ങനെയാണ് ഈ അഭ്യൂഹം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം സംസ്ഥാന പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാലും 7 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്.